നമസ്കാരം. ബി.ജെ.പി. ദേശീയ അധ്യക്ഷൻ ആര്? മന്ത്രിമാർക്ക് ക്യാബിനറ്റ് പദവി നൽകിയതുപോലെ ഒരു ട്വിസ്റ്റ് നമുക്ക് ഇവിടെയും പ്രതീക്ഷിക്കാം. ബി.ജെ.പിക്ക് ഇത്തവണ സ്ത്രീ വോട്ടുകൾ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. ഏറ്റവും കൂടുതൽ വോട്ട് ബാങ്കായി മാറിയതും സ്ത്രീകളുടെയും വിദ്യാർത്ഥികളുടെയും ഒക്കെ ആയിരുന്നു. അതുകൊണ്ട് തന്നെ മൂന്നാം മോദി സർക്കാർ അധികാരത്തിൽ കയറിയപ്പോൾ 7ഓളം വനിതാ മന്ത്രിമാരെയാണ് ബി.ജെ.പി. സർപ്രൈസായി രംഗത്തിറക്കിയത്. അതുപോലെ ബി.ജെ.പി. അധ്യക്ഷനായും ഒരു വനിതയെ ഇറക്കുമോ എന്ന തരത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ നടക്കുകയാണ്. അങ്ങനെ വന്നാൽ അത് സ്മൃതി ഇറാനിയിലേക്കായിരിക്കും ആദ്യം എത്തുക. ബി.ജെ.പി. ദേശീയ അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു നേതാവ് വരുമ്പോൾ, അതും ഒരു വനിതാ നേതാവ് വരുമ്പോൾ, അതിന്റെ ആദ്യ പേര് സ്മൃതിയുടേതാകും. ഇന്ത്യയുടെ ആദ്യ ദളിത് വനിതാ രാഷ്ട്രപതിയെ കൊണ്ടുവന്നതുപോലെ മോദി അത്തരത്തിലും പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിതയെ കൊണ്ടുവരുമോ എന്നും ഉറ്റുനോക്കുന്നു. സ്ത്രീ വോട്ടർമാരിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെല്ലാൻ ഈ നീക്കം സഹായിക്കുമോ എന്നും പരിഗണിക്കുന്നുണ്ട്. അമേഠിയിൽ മത്സരിച്ച് പരാജയപ്പെട്ട സ്മൃതി ഇറാനി ഉൾപ്പെടെയുള്ളവരുടെ പേരാണ് ആദ്യം തന്നെ ഉയർന്നു വന്നത്. ആദ്യ 2 മോദി മന്ത്രിസഭകളിലും അംഗമായിരുന്നു സ്മൃതി ഇറാനി. അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ വളരെ അടുത്ത വിശ്വസ്തയുമാണ് സ്മൃതി ഇറാനി. അതുകൊണ്ട് തന്നെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്തേക്ക് ഒരു വനിത എന്ന രീതിയിൽ പേര് വരുമ്പോൾ അതിൽ ആദ്യ പേര് വരുന്നത് സ്മൃതി ഇറാനിയുടെ തന്നെയായിരിക്കും. അതുകൊണ്ട് തന്നെ പാർട്ടി കേന്ദ്രങ്ങളിൽ സ്മൃതിയുടെ പേര് വലിയ രീതിയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട്. കേന്ദ്ര മന്ത്രിസഭയിലേക്ക് പ്രവേശനം നേടിയ ജെ.പി. നദ്ദ സ്ഥാനമൊഴിയുമ്പോൾ ബി.ജെ.പിയുടെ ദേശീയ അധ്യക്ഷ പദവിയിലേക്ക് എത്തുന്നത് ആരെന്ന് ഉറ്റുനോക്കുകയാണ് പാർട്ടി പ്രവർത്തകരും. തിരഞ്ഞെടുപ്പ് ഫലം വന്ന ആദ്യഘട്ടത്തിൽ ധർമ്മേന്ദ്ര പ്രധാൻ, ശിവരാജ് സിംഗ് ചൗഹാൻ എന്നിവരുടെ പേരുകൾ ഉയർന്നു വന്നെങ്കിലും ഇരുവർക്കും ക്യാബിനറ്റ് ബർത്ത് ലഭിച്ചതോടെ അത് മങ്ങുകയായിരുന്നു. നിലവിൽ വിനോദ് താവ്ഡെ, കെ ലക്ഷ്മണൻ, സുനിൽ ബൻസാർ, ഓം മാത്തൂർ എന്നിവരുടെ പേരാണ് ഉയർന്നു കേൾക്കുന്നത്. അതേസമയം വനിതാ അധ്യക്ഷയ്ക്കുള്ള സാധ്യതയുമാണ് ഇപ്പോൾ പരിഗണിക്കപ്പെടുന്നത്. കേരളത്തിൽ നിന്ന് വി മുരളീധരന്റെ പേരും ഉയർന്നു കേൾക്കുന്ന ഒരു പ്രധാനപ്പെട്ട സംഭവമായിരിക്കുകയാണ്. മഹാരാഷ്ട്ര മുൻ മന്ത്രിയും ബി.ജെ.പിയുടെ ജനറൽ സെക്രട്ടറിയുമാണ് വിനോദ് താവ്ഡെ. അദ്ദേഹത്തിന്റെയും പേര് ഉയർന്നു വരുന്നു. ബി.എൽ. സന്തോഷിന് ശേഷം ബി.ജെ.പിയിൽ ശക്തമായ സ്വാധീനമുള്ള ആളാണ് ഇദ്ദേഹം. അധ്യക്ഷ പദവിയിൽ എത്തിയാൽ മറാഠ വികാരവും പരിഗണിച്ചെന്ന് നേതൃത്വത്തിന് പറയാം. മൂന്നാം നരേന്ദ്രമോദി സർക്കാരിൽ 72ഓളം അംഗ മന്ത്രിസഭയാണ് കഴിഞ്ഞ ദിവസം സത്യപ്രതിജ്ഞ ചെയ്തത്, അധികാരത്തിലേറിയത്. ഇതിൽ 7 വനിതാ മന്ത്രിമാരാണുള്ളത്. ക്യാബിനറ്റ് റാങ്കുള്ള 2 പേർ ഉൾപ്പെടെ 7 വനിതകൾക്കാണ് മോദി 3.0-ൽ അംഗമായിട്ടുള്ളത്. രണ്ടാം മോദി സർക്കാരിൽ 76 അംഗ മന്ത്രിസഭയാണ് ഉണ്ടായിരുന്നതെങ്കിൽ ഇക്കുറി അതിൽ 4 എണ്ണം കുറഞ്ഞാണ് സത്യപ്രതിജ്ഞ ചെയ്തത്, അധികാരമേറ്റിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം വൈകിട്ട് രാഷ്ട്രപതി ഭവനിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിൽ നിർമ്മലാ സീതാരാമനും അന്നപൂർണ ദേവിയും ക്യാബിനറ്റ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തു. അധികാരമേറ്റെടുത്തതോടെ മൂന്നാം മോദി സഭയിൽ 2 വനിതകൾക്ക് ക്യാബിനറ്റ് പദവി ലഭ്യമായി. ക്യാബിനറ്റ് റാങ്കുള്ള 2 വനിതാ മന്ത്രിമാരും ബി.ജെ.പിയിൽ നിന്നുള്ളവർ തന്നെയാണ്. 7 വനിതാ മന്ത്രിമാരിൽ 6 പേരും ബി.ജെ.പിക്കാർ തന്നെയാണ്. സഖ്യകക്ഷിയായ അപ്നാദൾ, അതായത് സോനാലാലിന്റെ അനുപ്രിയ പട്ടേലാണ് അത്. ബി.ജെ.പിയിൽ നിന്നുള്ള രക്ഷാ ഖഡ്സെ, സാവിത്രി ഠാക്കൂർ, ശോഭ കരന്തലജെ, നിമു ബെൻ ബംബാനിയ എന്നിവരാണ് മറ്റ് മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്ത വനിതകൾ. അത്തരത്തിൽ ഇപ്പോൾ ബി.ജെ.പിയുടെ വനിതാ അധ്യക്ഷയായി സ്മൃതി ഇറാനിയും അധികാരമേൽക്കുമോ എന്ന ചോദ്യങ്ങളാണ് ഇപ്പോൾ ബി.ജെ.പി. തലത്തിൽ തന്നെ കേൾക്കുന്ന വലിയ ചോദ്യം.